അവൻ പോയതിന് ശേഷം അവൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? തന്നോട് വെറുപ്പില്ല എന്നല്ലേ? സ്നേഹത്തോടെ തൻ്റെ മുഖത്ത് തഴുകിയില്ലേ? അതിനർത്ഥം തന്നെ ഇഷ്ടമാണ് എന്ന് തന്നെയല്ലേ? അവൾക്കല്പം സന്തോഷം തോന്നി. ചേട്ടൻ തന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ഈ വേദനയൊക്കെ സഹിക്കാൻ തയ്യാറാണ്. അമ്മയ്ക്ക് ഇത്രയും ക്രൂരയാവാൻ എങ്ങനെ തോന്നുന്നു അമ്മ? ഒരാൾക്ക് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വൈരാഗ്യം കാണിക്കാൻ പാടുണ്ടോ? താഴേക്ക് ഇറങ്ങിച്ചെന്ന കാശി ഏറെ ദിവസമായി മനസ്സിൽ കൂട്ടിവെച്ച കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാൻ തുടങ്ങി. അവൾ ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ നീ എല്ലാം മറന്നു കാണും. എനിക്ക് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല, അവർ പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ ഒന്നും മറക്കണ്ട. ഇപ്പോൾ അവളെ അല്പം സ്നേഹത്തോടെ പരിചരിച്ചുകൂടെ? അവരുടെ മനസ്സ് മാറിയാലോ എന്ന് കരുതി അവൻ ഒന്നുകൂടി ചോദിച്ചു. കുറച്ച് ദിവസം നോക്കിയപ്പോൾ നീ തളർന്നു എന്ന് തോന്നുന്നല്ലോ. എനിക്കൊന്നും സൗകര്യമില്ല നിന്റെ പെണ്ണുമ്പിള്ളയെ നോക്കാൻ. അവരുടെ മനസ്സിലെ ക്രൂരത വീണ്ടും പുറത്തു ചാടി. എനിക്ക് നോക്കാൻ മടിയുണ്ടായിട്ടല്ല, സ്ത്രീകൾ ആരെങ്കിലും കൂടെ വേണ്ടേ? അവനൊരു ചമ്മലോടെ പറഞ്ഞു. എന്തിന്? നീ അവളുടെ ഭർത്താവല്ലേ? നീ തന്നെ അങ്ങ് നോക്കിയാൽ മതി. എന്നെയും എൻ്റെ മോളെയും വിളിക്കണ്ട. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നടന്നു. അതോടെ കാശിക്ക് പുറത്തുപോലും പോകാൻ കഴിയാതെ എപ്പോഴും അവളെ നോക്കിയിരിക്കേണ്ടി വന്നു. അവളുടെ ദേഹം നനച്ചു തുടയ്ക്കാനും വസ്ത്രങ്ങൾ മാറാനുമെല്ലാം അവൻ വീണയെയാണ് ഏൽപ്പിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ തന്നെ നോക്കാൻ തുടങ്ങി. നെറ്റിയിലെയും കയ്യിലെയും മുറിവുകൾ കരിഞ്ഞു. അതുകൊണ്ട് തന്നെ ആഹാരമെല്ലാം ഇനി അവൾക്ക് വാരി കഴിക്കാവുന്നതേയുള്ളൂ. അവളുടെ അച്ഛൻ മിക്ക ദിവസങ്ങളിലും അവളെ വന്ന് കാണാറുണ്ടായിരുന്നു. താര സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളെ കാണാനായിട്ട് മഹേഷ് മായയെയും അമ്മയെയും കൂട്ടി കാശിയുടെ വീട്ടിലേക്ക് വന്നു. പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്ന മഹേഷും മായയും കാണുന്നത് അവളെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലിൽ ഇരുത്തുന്ന കാശിയെയാണ്. മഹേഷിൻ്റെ ഉള്ളം ഒത്തിരി സന്തോഷിക്കുകയാണ് ചെയ്തത്. അവൾ ഉണ്ടാക്കിയ മുറിവുകൾ മരുന്നാകാൻ അവൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവനറിയാമായിരുന്നു. എന്നാൽ അടുത്തു നിന്ന മായയാകട്ടെ ഇത്തരമൊരു കാഴ്ച പ്രതീക്ഷിക്കാത്തതിൻ്റെ ഞെട്ടലിലായിരുന്നു. കാശിയേട്ടൻ താലി കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഇത്ര വേഗം അടുക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അതിനാൽ തന്നെ വന്നു കയറിയപ്പോൾ ഉണ്ടായിരുന്ന പുഞ്ചിരി അവളിൽ നിന്നും മാഞ്ഞു. കാശിക്കും നിതാരയ്ക്കും അവരുടെ മുഖത്തേക്ക് നോക്കാൻ ചെറിയ ചമ്മൽ തോന്നി. മായ വലിയ സന്തോഷമൊന്നും ഇല്ലാതെയാണെങ്കിലും അവളുടെ അടുത്തേക്ക് ഇരുന്നപ്പോൾ മഹേഷ് കാശിയെയും കൊണ്ട് ഒരു വശത്തേക്ക് മാറി. അവളെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ മുറിയും തുറന്നിട്ട് അവളെയും എടുത്തുകൊണ്ട് നടക്കുകയാണ് അല്ലേ? മറുപടിയായി കാശി അവനെ ഒന്ന് തുറിച്ചു നോക്കി. കാല് വയ്യാതിരിക്കുമ്പോൾ പിന്നെ അവൾ എങ്ങനെ ബാത്റൂമിലൊക്കെ പോകും? തികച്ചും ശാന്തമായാണ് കാശിയുടെ സംസാരം. സത്യം പറയടാ, നീ അവസരം മുതലെടുക്കുകയല്ലേ? അവസരം മുതലാക്കാൻ അവൾ അന്യ പെൺകുട്ടിയൊന്നുമല്ലല്ലോ, എൻ്റെ ഭാര്യയല്ലേ. പോരാത്തതിന് എൻ്റെ മുറപ്പെണ്ണ്. അവൻ്റെ വാക്കുകൾ കേട്ട് മഹേഷ് ഞെട്ടിപ്പോയി. ഇതൊക്കെ ഓർമ്മയുണ്ടായാൽ മതി, അവൻ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. അവർ സംസാരിച്ച് തിരികെ വന്നപ്പോഴും മായയും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇരിക്കുന്ന പെൺകുട്ടിക്ക് തന്നോട് എന്തോ ദേഷ്യമുണ്ട് എന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. എങ്കിലും വീട്ടിൽ വന്നവരോട് മുഷിഞ്ഞു സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുഞ്ചിരിയോടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴേക്കും താഴെ നിന്നും മഹേഷിൻ്റെ അമ്മയും മുകളിലേക്ക് കയറി വന്നു. അവർ പുഞ്ചിരിയോടെ അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങളായി വലുതായി ആരോടും സംസാരിക്കാൻ കഴിയാതിരുന്ന അവൾക്ക് ആ അമ്മയുടെ സംസാരം ആശ്വാസം നൽകി. അവർ തലയിൽ മെല്ലെ തഴുകിയപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ മോളെ കരയുന്നത്? അവർ സ്നേഹത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എന്തോ ഓർത്തുപോയി. അത് കേട്ടുകൊണ്ട് മാറി നിന്ന കാശിക്ക് അവൾ അവളുടെ അമ്മയെ ഓർത്തതാണ് എന്ന് ആരും പറയാതെ തന്നെ മനസ്സിലായി. ഒരമ്മയുടെ സ്നേഹം അറിയാത്തതിൻ്റെ വേദന അവൾക്കെന്നുമുണ്ട്. മരണം വരെ അപ്പച്ചി അവളെ അത്രത്തോളം സ്നേഹത്തിലായിരുന്നു വളർത്തിയത്. അപ്പച്ചിയുടെ മരണശേഷം അമ്മാവൻ കുറവുകളൊന്നും വരുത്തിയിട്ടില്ല എങ്കിലും ഒരമ്മയുടെ സ്നേഹം ഇന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട്.
അന്നത്തെ വരവോടുകൂടി മായയ്ക്ക് ഏകദേശം കാശിയുടെയും നിത്താരയുടെയും ബന്ധത്തെക്കുറിച്ച് ഊഹം കിട്ടി. അവരുടെ രണ്ടുപേരുടെയും ഉള്ളിലും പരസ്പരം വെളിപ്പെടുത്താത്ത സ്നേഹം ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. രണ്ടുപേരും അത് പരസ്പരം പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും തടസ്സം നീങ്ങിക്കഴിയുമ്പോൾ അതിശക്തമായ ഒരു ഒഴുക്ക് അവരുടെ സ്നേഹത്തിനുണ്ടാകും. അതിനാൽ തന്നെ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവൾ ശക്തമായി ഇരുമ്പഴിക്കുള്ളിൽ വെച്ചുപൂട്ടി. ഇനി ഒരിക്കലും അവർ ഇരുവരുടെയും ജീവിതത്തിലേക്ക് ഒരു കരടായി കയറില്ല എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഗൗരിയെക്കൊണ്ട് വിവേക് പൊറുതിമുട്ടി. വീട്ടുകാരെ പോലും എതിർത്ത് താൻ സ്വന്തമാക്കിയത് ഇവളായിരുന്നോ എന്ന് ഓർത്ത് അവൻ ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. അമ്മയും അച്ഛനും തനിക്ക് വേണ്ടി കണ്ടെത്തിയ വൈദൂര്യത്തെ ഉപേക്ഷിച്ച് താൻ സ്വന്തമാക്കിയത് വെറും പാറക്കല്ലായിരുന്നു. എന്നാൽ സ്വയം വരുത്തിവെച്ചത് ആയതുകൊണ്ട് തന്നെ അനുഭവിക്കാതെ മറ്റു മാർഗങ്ങളില്ല. വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ സമാധാനമായി ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല. അവൾക്കെപ്പോഴും പണം മാത്രം മതി. ഭർത്താവ് എന്ന രീതിയിൽ തന്നെ ഒരു രീതിയിലും അവൾ സ്നേഹിക്കുന്നില്ല എന്ന് വിവേകിന് തോന്നി. ആഴ്ചയിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കൂട്ടുക എന്നത് അവളുടെ ഒരു ഹോബിയായി മാറിയിരിക്കുന്നു. പിണക്കം മാറി പപ്പ ക്യാഷ് എല്ലാം അവന് കൈകാര്യം ചെയ്യാൻ കൊടുത്തു തുടങ്ങിയെങ്കിലും അവനത് അവളെ അറിയിച്ചിട്ടില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ വാങ്ങിക്കൂട്ടുമെന്ന് പറയാൻ കഴിയില്ല. അമ്മയില്ലാത്തൊരു പാവം പെൺകുട്ടിയുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് എന്നവന് തോന്നി. പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും നിശ്ചയത്തിനുമെല്ലാം വളരെ സന്തോഷത്തോടെ അവളോട് പെരുമാറിയ താൻ എത്ര ക്രൂരമായാണ് വിവാഹത്തലേന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് തന്നോട് ഇത്രയും ദേഷ്യമെന്ന് അവൻ ഓർത്തു. തൻ്റെ സമ്മതമില്ലാതെ ഉറപ്പിച്ച വിവാഹമായിരുന്നില്ല. ഗൗരിയുമായി പിണങ്ങിയതിന് ഏറെ നാളുകൾക്ക് ശേഷമാണ് അമ്മ വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. ഒരു വിവാഹം കഴിക്കുന്നതിന് തനിക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പെണ്ണ് കാണാൻ പോയപ്പോൾ അവളെ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് മുൻപ് ഗൗരിയുടെ ആത്മഹത്യാ ഭീഷണി കണ്ടപ്പോൾ ഒരു നിമിഷം പതറിപ്പോയി. ഉപേക്ഷിച്ചു പോയവളാണെങ്കിലും ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചവളായതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുനീരിന് മുൻതൂക്കം നൽകി. എന്നാൽ അവൾ ഇന്ന് തന്നെ ആകെ മൊത്തം തകർത്തുകൊണ്ടിരിക്കുന്നു. ആലോചനകൾ കാടുകയറും തോറും അവന് തല വെട്ടിപ്പൊളിയും പോലെ തലവേദന എടുക്കാൻ തുടങ്ങി. ആകെ ഭ്രാന്ത് പിടിച്ചതും അവൻ അമ്മയുടെ അരികിലേക്ക് ചെന്നു. ആ മടിയിൽ തല ചായ്ച്ചുറങ്ങുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി. എത്ര മായ്ച്ചാലും തുടച്ചാലും ആ കുട്ടിയുടെ കണ്ണുനീര് നിന്റെ തലയ്ക്ക് മുകളിലുണ്ട് മോനെ. അമ്മയില്ലാതെ വളർന്ന ആ കുഞ്ഞ് വിവാഹം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ എന്തുമാത്രം ദുഃഖിച്ചിട്ടുണ്ടാകും. ആ പാവം അച്ഛൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. അമ്മയുടെ വാക്കുകൾ കൂടി കേൾക്കവേ അവനാകെ തളർന്നു. എനിക്ക് അവളെ കണ്ട് ഒന്ന് മാപ്പ് പറയണം അമ്മേ. എന്തു പറഞ്ഞാലും ഞാൻ കേട്ടുകൊള്ളാം. തല്ലുന്നെങ്കിൽ കൊണ്ടോളാം. പക്ഷെ അവളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിനി സമാധാനം കിട്ടിയെന്ന് വരില്ല. അവൻ പറഞ്ഞപ്പോൾ അവരും അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി. രാത്രി മഹേഷിൻ്റെ തോളോട് ചേർന്നിരിക്കുകയായിരുന്നു മായ. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ മോളെ? എത്ര പിണക്കത്തിലായിരുന്നാലും ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമുള്ള ഒന്നാണ്. എത്രത്തോളം അകന്നിരുന്നാലും അവർ അറിയാതെ പരസ്പരം സ്നേഹിച്ചു പോകും. അവൻ ഗൗരവത്തിൽ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി മഹേഷേട്ടാ. ഇനി ഒരിക്കലും കാശിയേട്ടനെ സ്നേഹിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ച് ഏട്ടൻ ദുഃഖിക്കുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല എന്ന്. അതോടുകൂടി ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. ആത്മാർത്ഥമായി പറയുന്ന കുഞ്ഞനുജത്തിയെ ഓർത്ത് അവൻ അഭിമാനം തോന്നി. എത്രയായാലും അവൾ സത്യം ഉൾക്കൊണ്ടല്ലോ. പ്രായത്തിൽ കവിഞ്ഞ പക്വത ഈ വിഷയത്തിൽ അവൾ കാണിച്ചു എന്ന് അവന് തോന്നി. ആത്മാർത്ഥമായ സുഹൃത്തിൻ്റെയും സ്വന്തം സഹോദരിയുടെയും ജീവിതമോർത്ത് അവൻ അത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്ത് ഇരുവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാക്കുമോ എന്നവൻ ഭയന്നിരുന്നു. എന്നാൽ അവൾ വിവേകത്തോടെയെല്ലാം ഉൾക്കൊണ്ടപ്പോൾ അവൻ സമാധാനത്തോടെ കണ്ണുകൾ അടച്ചു. ദിവസങ്ങൾ മെല്ലെ മെല്ലെ മുന്നോട്ടു പോയി. അവർ തമ്മിലുള്ള അകലം നന്നായി തന്നെ കുറഞ്ഞു വന്നു.
എങ്കിലും അതിന് പ്രണയത്തിൻ്റെ ഭാവം വന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവൻ്റെ കരുതലും സ്നേഹവും ആവോളം ലഭിച്ചതിനാൽ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ഒരുപാട് നേരം വെറുതെ ഇരുന്നപ്പോൾ അവൾ ബെഡിന് സൈഡിലെ ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇത്രയെല്ലാം കാഴ്ചകൾ ഒരു വീടിനു ചുറ്റും കാണാനുണ്ടോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. നേരത്തെ പെയ്തു തോർന്ന മഴയുടെ അവശേഷിപ്പുകൾ ഭൂമിയിൽ എല്ലായിടത്തും കാണാൻ കഴിഞ്ഞു. മരങ്ങളിലും ചെടികളിലുമെല്ലാം തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ് എന്ന് അവൾക്ക് തോന്നി. വല്ലാത്തൊരു സന്തോഷം മനസ്സിനെ മൊത്തത്തിൽ കവർന്നതായി തോന്നി. അതേ സന്തോഷത്തോടെ തന്നെ ഇരിക്കുമ്പോഴാണ് മൊത്തം സന്തോഷവും നശിപ്പിച്ചുകൊണ്ട് മാളു കയറി വരുന്നത്. അതോടുകൂടി അത്രയും സമയം നിറഞ്ഞു നിന്ന സന്തോഷം എങ്ങോ പോയി ഒളിച്ചു. "എങ്ങനെയുണ്ട് നിങ്ങൾക്ക്?" ആർക്കോ വേണ്ടി ചോദിക്കുന്നത് പോലെയുണ്ട് അവളുടെ ചോദ്യം കേട്ടാൽ. അത്രയ്ക്കും മുഖം വീർപ്പിച്ചിട്ടുമുണ്ട്. "കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്?" ഇവളെന്തിനാ ഒരുങ്ങിക്കെട്ടി വന്ന് കോടീശ്വരൻ കളിക്കുന്നത് എന്ന് ചിന്തിച്ചു. പിന്നെ കരുതി നല്ല രീതിയിൽ ഒരു പണി കൊടുക്കാമെന്ന്. "കാശിയേട്ടൻ, ഞാൻ 100 തവണ പറഞ്ഞതാ വീട്ടിൽ പോയി നിൽക്കാമെന്ന്. കാശിയേട്ടനെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ എനിക്ക് വലിയ മടിയാണ്. പക്ഷേ എത്ര പറഞ്ഞാലും പുള്ളിക്കാരൻ കേൾക്കില്ല." പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോൾ അവൾ ആകെ കിളി പോയതുപോലെ നിൽപ്പുണ്ട്. സത്യത്തിൽ കാശിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവൾക്കും അറിയാം. എങ്കിലും കേട്ടപ്പോൾ അവൾക്കൊരു കൺഫ്യൂഷനായി എന്ന് തോന്നുന്നു. "നിങ്ങൾക്ക് നാണമാകില്ലേ അതൊക്കെ ഏട്ടനെ കൊണ്ട് ചെയ്യിക്കാൻ?" "ഞാനെന്തിനാ നാണിക്കുന്നത്? എൻ്റെ ഭർത്താവല്ലേ. ഭർത്താവ് കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഒന്നും ഭാര്യമാർക്ക് നാണിക്കേണ്ട കാര്യമില്ല." അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. "എന്നെ കുറെ കുത്തി നോവിച്ചതല്ലേ. ഇങ്ങനെയൊക്കെ നിന്നെ നോവിക്കാൻ പറ്റൂ എന്ന് എനിക്കറിയാം." പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ ഒരു സുഖാന്വേഷണം. അരമണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കാശിയേട്ടൻ കയറി വന്നത്. ആഹാരം കൊണ്ടുവന്നതാണ്. പാവം, ആഹാരം കൊണ്ടുവന്ന് തന്നതിന് ശേഷം കഴിച്ചു കഴിയുന്നത് വരെ കൂടെയിരിക്കും. ഒറ്റപ്പെടൽ തോന്നാതെ ഇരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിയാം. എങ്കിലും ഏട്ടനെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടിക്കുന്നതിൽ ചെറിയ വിഷമം ഉള്ളിലുണ്ട്. പ്ലാസ്റ്റർ എടുത്തുവെങ്കിലും നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ പിടിച്ചു നടക്കും. ഇത്രയും ദിവസം അകത്തിരുന്നത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി ശുദ്ധവായു ശ്വസിക്കാൻ വല്ലാത്ത ആഗ്രഹം. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നത് വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഈ കിടപ്പ് കൊണ്ട് ആകെ ഉണ്ടായ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കാശിയേട്ടൻ എന്നോട് ഒത്തിരി അടുത്തു എന്നത് മാത്രമാണ്. അതിൽ മാത്രം എനിക്ക് ഒടിഞ്ഞ കാലിനോട് നന്ദിയുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങിയത്. ഒരു വ്യത്യാസമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ കാശിയേട്ടൻ ബൈക്കിൽ കൊണ്ടുപോയി വിടാൻ തുടങ്ങി. വയ്യാത്ത കാലം കൊണ്ട് ബസ്സിൽ കയറി ഇറങ്ങണ്ട എന്ന് പറഞ്ഞാണ് കൊണ്ടുവിടുന്നത്. ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുന്നുവെങ്കിലും കൃത്യമായ ഒരകലമിട്ടാണ് ഇരുന്നത്. അടുത്തേക്ക് ഇരിക്കാൻ ഇപ്പോഴും എന്തോ ഒരു മടിയുള്ളത് പോലെ. മുന്നിലിരിക്കുന്ന ആളിന് എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയാലോ എന്ന ഭയം. ധൈര്യം സംഭരിച്ച് കൈയെടുത്ത് മെല്ലെ ആ തോളിലൊന്ന് വെച്ചു. ആളുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ എന്ന് കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ താൻ കൈവച്ചതറിഞ്ഞതുപോലുമില്ല എന്ന ഭാവമാണ് മുഖത്ത്. അത് കണ്ടപ്പോൾ പിന്നെ ധൈര്യമായി. താൻ പിടിച്ച് വേണ്ടാത്തതെന്തെങ്കിലും ചെയ്താലും ചിലപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. നാക്കൊക്കെ എവിടെയോ വെച്ച് മറന്നു പോലെയാണ്. പണ്ടൊക്കെ ചിലപ്പോഴെങ്കിലും ദേഷ്യപ്പെടുമായിരുന്നു. കാലൊടിഞ്ഞ് കിടന്നതിന് ശേഷം ഒരു കാര്യത്തിലും ദേഷ്യപ്പെടാറില്ല. ഓരോ ഓർമ്മകളിൽ തന്നെ ഇരിക്കവേ ഇൻസ്റ്റിറ്റ്യൂട്ടിനു മുന്നിൽ വണ്ടി നിർത്തി. എന്നിട്ടും അതൊന്നും അറിയാത്ത മട്ടിൽ സ്വപ്നം കണ്ട് ഇരിക്കുകയായിരുന്നു. "ഇറങ്ങ്." പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർന്ന് ചാടി ഇറങ്ങി. "മെല്ലെ ഇറങ്ങ്. കാലിപ്പോഴും നല്ല രീതിയിൽ ശരിയായിട്ടുണ്ടാവില്ല." പറഞ്ഞുകൊണ്ട് ആള് മെല്ലെ വണ്ടിയെടുത്ത് പോയി. ചുണ്ട് ചുളുക്കിക്കൊണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവളുമാർ രണ്ടും അവിടെ തന്നെ നോക്കിയിരിപ്പുണ്ട്. പിന്നെ അല്ലറ ചില്ലറ വായ്നോട്ടവും കുശുമ്പും സീരിയലിൻ്റെ കഥ പറയലുമൊക്കെയായി ആ ദിവസം കടന്നുപോയി. ഇവിടെ വന്നാൽ തിരികെ പോകുന്നത് വരെ സമയം പോകുന്നതറിയേയില്ല. തിരികെ ബസ്സിൽ തന്നെയാണ് പോയത്.
എന്തോ ഭാഗ്യത്തിന് സീറ്റുണ്ടായിരുന്നു. ഏതൊക്കെയോ പ്രണയഗാനങ്ങൾ ബസ്സിൽ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അറിയാതെ ഒന്ന് തന്നെയും ഏട്ടനെയും ചേർത്ത് സങ്കല്പിച്ചു നോക്കി. അയ്യേ എന്ന് തോന്നിപ്പോയി. കാരണം ഇതുവരെയും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ കാശിയേട്ടൻ അവിടെ കാത്തു നിൽക്കുന്നത് കണ്ടു. അത് നന്നായി. അല്ലെങ്കിൽ വീട് വരെ നടക്കേണ്ടി വന്നേനെ. മുഖത്തെ ഭാവത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. ഇനി തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണോ എന്ന് പോലും തോന്നിപ്പോകും. അടുത്ത് വന്ന് വണ്ടി നിർത്തിയപ്പോൾ പിന്നിൽ കയറിയിരുന്നു. ആദ്യം തന്നെ തോളിലും കൈവച്ചു. അല്പം കൂടി വണ്ടി മുന്നോട്ട് പോയപ്പോൾ ഒന്നുകൂടി മുന്നോട്ട് കയറിയിരുന്നു. ആളിതൊന്നും അറിയുന്നത് പോലുമില്ല. എന്തൊരു മനുഷ്യനാണ്. വീട്ടിലെത്തിയപ്പോൾ അമ്മാവനും അമ്മായിയും കൂടി എന്തോ കാര്യമായ ചർച്ചയിലാണ്. അല്പം വെള്ളമെടുത്ത് കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്ന വഴി അവർ പറയുന്നത് വ്യക്തമായി കേട്ടു. വീണയുടെ വിവാഹകാര്യമാണ്. ഏതോ ആലോചന വന്നിട്ടുണ്ട്. കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നെ അവളോട് പാവവും തോന്നി. അവൾ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നെങ്കിൽ എല്ലാം മറന്ന് വിവാഹം അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്നേഹം എല്ലാവരോടും തുറന്നു പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോഴും മഹേഷേട്ടൻ്റെ ഇഷ്ടം എന്താണ് എന്നറിയില്ല. അതേ ചിന്തകളോടെ തന്നെയാണ് മുറിയിലേക്ക് പോയത്. അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് വീണ ക്ലാസ് കഴിഞ്ഞ് വന്നത്. ഒന്നും അറിയാതെ പുഞ്ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന അവളെ കണ്ടതും എന്തോ ഉള്ളിലൊരു ഭാരം വന്നുകൂടി. അവർ പെട്ടെന്ന് പറയുമ്പോഴുള്ള ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടി അവളോട് കാര്യങ്ങളെല്ലാം ചെറുതായി സൂചിപ്പിച്ചു. ആ കണ്ണുകൾ നിറയുന്നതും മുഖം വിവർണമാകുന്നതും നേരിട്ട് തന്നെ കണ്ടു. നീ പേടിക്കേണ്ട മോളെ. ഇത് വെറുമൊരു ആലോചനയല്ലേ. എന്തെങ്കിലും പറഞ്ഞ് പിന്മാറിയാൽ മതി. അവൾ ദുഃഖത്തോടെ പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രണയനഷ്ടമെന്ന വേദന പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ അവളുടെ വേദന തന്നിലേക്ക് കൂടി പകർന്നത് പോലെ തോന്നുന്നു. കാശിയേട്ടനോട് നല്ല രീതിയിൽ അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ താൻ എന്തു പറയാനാണ്? ചിലപ്പോൾ ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഏട്ടൻ സമ്മതിച്ചില്ല എന്ന് വരും. മുറിയിലെത്തി വാതിലടച്ചപ്പോഴേക്കും വീണയുടെ മുഖം കണ്ണുനീരിനാൽ കുതിർന്നിരുന്നു. എന്നോ ഉള്ളിൽ കയറിയ ഇഷ്ടമാണ്. ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അത്രത്തോളം ആഴത്തിനുള്ളിൽ പതിഞ്ഞുപോയി. മഹേഷേട്ടന് തിരികെ ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ കൈയും കാലും പിടിച്ചാണെങ്കിലും സമ്മതിപ്പിക്കാമായിരുന്നു. എന്നാൽ ആളിൻ്റെ മനസ്സറിയാതെ എങ്ങനെയാണ്? അവൾ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് എഴുന്നേറ്റു. ആ ആലോചന മുടങ്ങിപ്പോയാലും വീണ്ടും വീണ്ടും ആലോചനകൾ വരും. എത്ര നാൾ തനിക്ക് പ്രതിരോധിക്കാൻ കഴിയും? ഓഫീസിൽ നിന്ന് വന്ന് ഒരു കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന വീണയെ മഹേഷ് കണ്ടത്. എന്താ വീണ മോളെ, മായയെ കാണാൻ വന്നതാണോ? അവർ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അത് നന്നായി എന്ന് വീണയ്ക്കും തോന്നി. ഇപ്പോൾ തനിച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. ഒന്ന് പുറത്തേക്ക് വരാമോ? എനിക്കൊന്ന് സംസാരിക്കണം. പുറത്തേക്കിറങ്ങി ചെല്ലാൻ അവന് തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല. എന്നാൽ അടുത്ത് നിന്നിട്ടും ഒന്നും സംസാരിക്കാതെ ചിന്തിച്ച് നിൽക്കുന്ന അവളെ അവൻ സംശയത്തോടെ നോക്കി. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. പറഞ്ഞു കഴിയുമ്പോൾ എന്നെ വെറുക്കരുത്. എന്നോട് സംസാരിക്കാൻ ഇത്രയ്ക്ക് മുഖവരിയുടെ ആവശ്യമുണ്ടോ വീണ? നീ ധൈര്യമായി പറഞ്ഞോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ഏട്ടൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും കുഞ്ഞു കാര്യമായിരിക്കും താൻ പറയാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. അവൾ ധൈര്യം സംഭരിച്ചു.